ദുരന്തമേഖലയിൽപ്പെട്ടവർക്ക് സാന്ത്വനവുമായി സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ. ദുരന്തമേഖലയിലെ ക്യാമ്പുകളിൽ 24 മണിക്കൂറും കൗൺസിലർമാർ സജ്ജരാണ്. കുട്ടികളിലെ മാനസികാഘാതം മറികടക്കാൻ കുട്ടിക്കൂട്ടം എന്ന പദ്ധതിയും ആവിഷ്കരിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉള്ളുരുകുന്നവർക്ക് ആശ്വാസമേകുകയാണ് സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ. ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കും അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാത്തവർക്കും സാമൂഹിക മാനസിക പിന്തുണ നൽകുകയാണ് ലക്ഷ്യം. അവരെ പോയി കേൾക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് മെൻ്റലി ഒന്ന് വെന്റിലേഷനാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ കുറേയൊക്കെ റെഡ്യൂസ് ചെയ്ത് തരും. പിന്നെ ചിലരത് പറയാത്തവരെയൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. അതായത് അത്രത്തോളം ട്രോമ അവർ അനുഭവിക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പം അതുകൊണ്ട് അവരെയൊക്കെ നോട്ട് ചെയ്തിട്ട് പിന്നെ അതായത് 3-4 ദിവസമായിട്ട് ഉറങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദുരന്ത മേഖലയിലെ 17 ക്യാമ്പുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് സെന്ററുകൾ സജീവമാണ്. ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമിന്റെയും കൗൺസിലർമാർ, സ്കൂൾ കൗൺസിലർമാർ, സന്നദ്ധ സംഘടനാ കൗൺസിലർമാർ ഉൾപ്പെടെ 150ഓളം സാമൂഹ്യ മാനസികാരോഗ്യ കൗൺസിലർമാരും സൈക്കാട്രിസ്റ്റുകളുമാണ് രംഗത്തുള്ളത്. കുട്ടികളിലെ മാനസികാഘാതം കുറയ്ക്കുന്നതിനായി കുട്ടിക്കൂട്ടം എന്ന പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ദുരന്തത്തിന്റെ ആഘാതം മറികടക്കാൻ സമാന പ്രായക്കാരുമായുള്ള ഇടപെടലും മറ്റു കളികളും കുട്ടികൾക്കായുള്ള കൗൺസിലിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന കുട്ടിയിടം എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു കുട്ടിയിടം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പിയർ ഗ്രൂപ്പുമായിട്ട് കൂടുതലായിട്ട് അവരെ ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ആ ട്രോമ കുറച്ച് കൊണ്ടുവരാനുള്ളൊരു സംവിധാനമാണ്. അവർക്ക് കുറേ കളിക്കാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി ലൂഡോ, ചെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇടം നമ്മൾ നൽകിയിരിക്കുന്നത്. 2000-ലധികം വ്യക്തിഗത സൈക്കോ സോഷ്യൽ കൗൺസിലിംഗും 21 സൈക്യാട്രിക് ഫാർമക്കോ തെറാപ്പിയും 402 പേർക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗ് സെക്ഷനുകളും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നേതൃത്വത്തിൽ ഇതിനകം നൽകിക്കഴിഞ്ഞു. ടീം ന്യൂസ് മലയാളം, വയനാട്.